ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മളെല്ലാവരും പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയാണ്. അതിന്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സ്റ്റേഷൻ ഓഫീസർ പൈതൃ സാറും നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ലോക മുങ്ങി മരണ നിവാരണ ദിവസമാണ്. കാരണം നമ്മള് കടലിലും അതുപോലെ തന്നെ പുഴയിലും കുളത്തിലും ഒക്കെ അശ്രദ്ധ കൊണ്ട് നീന്തൽ അറിയാതെ കടലിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം 2 പേര് കടലിനകത്ത് അകപ്പെടുകയും അതിലൊരാൾ കർണാടകത്തിലുള്ള ഒരാൾ മരണപ്പെടുകയും ചെയ്തു. അപ്പൊ കടലിന്റെ ആഴത്തെ സംബന്ധിച്ച് അറിയില്ല. ഏതെല്ലാം സമയത്താണ് കടലിലെ തിര ശക്തമാകുന്നത്, കടലിന്റെ ഏതെല്ലാം ഭാഗത്ത് ആഴങ്ങളുണ്ട് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ദിവസം ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ അവിടെ അങ്ങനെ ലാസ്റ്റ് ഒരു അച്ഛനും അമ്മയും വളരെ ദൂരത്താണ് ഉള്ളത്. അവരിവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ ഒന്നാലും ചെറിയ കുട്ടി വളരെ ദൂരത്തേക്ക് കടലിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. നമ്മൾ ആ കുട്ടിയെ വേഗത്തിൽ പോയി എടുക്കുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുകയും. അപ്പൊ അച്ഛനമ്മമാർ മക്കളെ സന്തോഷം നല്ല തന്നെയാണ്. പക്ഷെ നമ്മുടെ മക്കളെ നമ്മളോടൊപ്പം ചേർത്ത് നമ്മളോടൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈ അശ്രദ്ധ മൂലം പല മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് പൊതുജനങ്ങളായ എല്ലാവർക്കും, ഞാനടക്കം ഉള്ള ആളുകൾക്ക് ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ചെറിയ രീതിയിൽ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവർ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും, അതുപോലെ തന്നെ സ്റ്റേഷൻ ഓഫീസർ, ഫയർഫോഴ്സിലെ മറ്റു ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ കണ്ണൂരിലെ ഒരു സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ എന്നൊരു യൂണിറ്റ് ഉണ്ട്. ഞങ്ങളുടെ നിസ്വാർത്ഥമായ സേവനമാണ്. ഒരു പാരിതോഷികവും ഒരു സമ്പത്തും പണവും ഒന്നും ആഗ്രഹിക്കാതെ ഫയർഫോഴ്സിന്റെ യൂണിറ്റിനോടൊപ്പം ദുരന്ത മേഖലയിൽ, ഇപ്പം വയനാട് ദുരന്ത മേഖലയിലൊക്കെ തന്നെ സാറിനോടൊപ്പം ഞങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം മേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ, അപകടം വരുന്നതിന് മുമ്പും അപകടം വരാതിരിക്കാനുള്ള പല കാര്യങ്ങൾ ചെയ്യാനും അപകടം വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ് നമ്മളൊക്കെ സേവന പ്രവർത്തനം എന്നുള്ളതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ SDA സാറിനെയും പൈതൃ സാറിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട SDO പൈതൃ സാറെ സിവിൽ ഡിഫൻസിന്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ജൂലൈ 25 ലോക മുങ്ങി മരണ നിവാരണ ദിനമാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇതിന്റെ ഭാഗമായി കേരള ഫയർ സർവീസിന്റെ ഭാഗമായിട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ നോക്കി നേരത്തെ ഞാൻ പറഞ്ഞു, ലോക കണക്കനുസരിച്ച് ഒരു വർഷം ഏകദേശം 3 ലക്ഷത്തോളം ആൾക്കാർ മുങ്ങി മരണപ്പെടുന്നുണ്ട്. കേരളത്തിലും 1000-ൽ കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. ഇതിൽ കൂടുതൽ മരണപ്പെടുന്നത് സാധാരണ കുട്ടികളും ഒരു യുവാക്കളുമാണ്. ഇപ്പൊ പല അപകടങ്ങളും പ്രധാന കാരണം തന്നെ നീന്താൻ അറിയാത്തതാണ്. ഇത് നീന്താൻ അറിഞ്ഞാൽ തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോയിട്ട് അതിന്റെ ആഴം അറിയാതെയോ പരിചയമില്ലാത്ത ജലാശയങ്ങൾ ഇറങ്ങിയിട്ട് മരണപ്പെടുന്നത് കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയിലെ ആണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഭാവി നിർണ്ണയിക്കുന്ന യുവാക്കള് അശ്രദ്ധ കൊണ്ട് മരണപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഒരു ക്യാമ്പയിൻ വർക്ക് നടക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ലൈഫ് സേവിങ് സ്കില്ലാണ് നീന്തൽ. അത് നിർബന്ധമായിട്ട് നമ്മൾ എല്ലാവരും, വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും എല്ലാവരും നീന്താൻ പഠിക്കുക. അതുപോലെ നമ്മളെ മക്കളെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ നിർബന്ധമായിട്ട് നമ്മൾ അതിന് പൈസ മുടക്കി, അല്ലാതെ ഇഷ്ടംപോലെ കുളങ്ങളും പുഴകളുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ കേരളത്തില്, കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും. അവിടെ പോയി പഠിപ്പിക്കുക എന്നുള്ളതാണ് പറയേണ്ടത്. ലൈഫ് സേവിങ് സ്കില്ലിനായിരിക്കണം വിദ്യാഭ്യാസത്തിൽ ആദ്യ പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഇന്നലെ അറിയുന്നുണ്ടെങ്കിൽ തന്നെ ഒരു വക അപകടങ്ങൾ കുറയും. ഇതിനിടയിൽ ഞാൻ കാഞ്ഞങ്ങാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വിദേശ ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് ആൾക്കാർ വന്നാൽ നീന്താൻ അറിയില്ല, ഈ കടൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭ്രമമാണ് അതിൽ ഇറങ്ങാൻ. അദ്ദേഹം അതുപോലെ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ഒഴുക്കിൽപ്പെട്ട് പോയി, ശരിക്കും മരണപ്പെടേണ്ടതാണ്. ഈ വഴിയിലൂടെ പോകുന്ന ഒരാള് ഒരു ലൈഫ് പോയിന്റ് അത് അവിടെ ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് അയാൾക്ക് എറിഞ്ഞു കൊടുത്തു. ഭാഗ്യത്തിന് കൃത്യ സ്ഥലത്ത് തന്നെ പോയി സ്പോട്ട് ചെയ്തുകൊണ്ടാണ് അയാളെ പിടിച്ച് രക്ഷപ്പെട്ടത്. ആ ഏറ് കറക്റ്റായിട്ടാ പോയില്ലെങ്കിൽ അയാൾ മരണപ്പെട്ടത്. അപ്പോൾ ഈ കടൽ തീരത്ത് ഈ സമയങ്ങളിലെല്ലാം സിവിൽ ഡിഫൻസ് വളണ്ടിയർ നിൽക്കുന്നത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഭീഷണിപ്പെടുത്താനല്ല, നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ ആ വീട്ടിന്റെ അത്താണി അല്ലെങ്കിൽ പ്രധാന ആളായിരിക്കും മരണപ്പെടുന്നത്. അത് മൊത്തം ജീവിതം തന്നെ തകരും. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ബോധവൽക്കരണമാണ് നമുക്ക് ഇതിന് പ്രധാനമായി വേണ്ടത്. ബോധവൽക്കരണത്തിന് നമ്മൾ കുട്ടികളെ ആണെങ്കിലും, നിങ്ങൾ നീന്താൻ നീന്തൽ പഠിച്ച കുട്ടികളാണെങ്കിലും പോയി നീന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മേൽനോട്ടത്തിലായിരിക്കണം ഇവരെ നീന്തിക്കുന്നത്.
ഓക്കെ, അത് ഒരു എക്സ്പേർട്ട് ആവുന്നവരെ. അപ്പൊ അതുപോലെ പല സമയങ്ങളിൽ കുളങ്ങളിലെല്ലാം ഈ നല്ല ലെങ്തിൽ സ്ട്രെച്ചിൽ നീന്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്യേണ്ടത് ആ പടയന്റെ അതിന്റെ പടിയില്ല അതിന്റെ അടുത്തേ കൂടെ നീന്താ അതേ സ്ട്രെച്ചിനെ സൈഡിലും കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികളെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ടീനേജേഴ്സ് പലരും അപകടപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കിട്ടുന്ന സന്ദേശം നിങ്ങൾക്ക് കാണുന്നില്ലേ? നിങ്ങൾ ആദ്യം നമ്മളെ മോട്ടോ ഇതാണ്, എല്ലാവരും നീന്തൽ പഠിക്കുക, സുരക്ഷിതമായി ഇറങ്ങുക. ഇപ്പൊ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചായിരിക്കണം നിങ്ങൾ കടലിറങ്ങിയാലും അതുപോലെ നിങ്ങൾ ഒരു ഹൗസ് ബോട്ടിൽ പോവുകയാണെങ്കിലും ആ സേഫ്റ്റി പ്രിക്കോഷൻസ് കൃത്യമായിട്ട് പാലിക്കുക. അതൊരു മടിയും വരുത്തരുത് കേട്ടോ. കാരണം എന്ത് സംഭവിക്കും ആ സമയത്ത് സേഫ്റ്റി അല്ലാത്തതുകൊണ്ട് നമ്മൾ അപകടത്തിൽപ്പെടരുത്. അപ്പൊ അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സേഫ് ആയിട്ട് അത് എവിടെയാണെങ്കിലും കടലിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും പുഴയിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും മുമ്പെല്ലാം നമ്മൾ നാട്ടിൻ പുറത്തെല്ലാം നമ്മൾ തേങ്ങനെല്ലാം കൊണ്ടെല്ലാക്കിയിട്ട് നീന്താൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരെയും അത് അവരുടെ സ്ഥലങ്ങളിൽ നീന്തൽ പഠിപ്പിക്കുക, കുട്ടികളെ നിർബന്ധമായും പഠിപ്പിക്കുക. രക്ഷാപ്രവർത്തനം നമ്മൾ സിംഗിളായി പോയിട്ട് അപകടത്തിൽപ്പെടാതെ എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ, കയർ എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തുഴഞ്ഞു പോയി രക്ഷപ്പെടുത്താൻ നടത്തിയതിനു ശേഷം പറ്റിയില്ലെങ്കിൽ മാത്രമേ ഒറ്റയ്ക്ക് പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതും അവർ ചിലപ്പോൾ നമ്മളെ കഴുത്തെല്ലാം കയറിപ്പെട്ട് അപകടത്തിൽ വരുന്ന പല സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെ സേഫ് ആയിട്ട് വേണം ഇതുപോലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ. വളരെ ദുഷ്കരമാണ് ഒരാൾ പെട്ടെന്ന് പോയിട്ട് കടലിൽ പെട്ടാലും പുഴയിൽ പെട്ടാലും സിംഗിളായി പോയിട്ട് രക്ഷപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ ഒരു ലൈഫ് സപ്പോർട്ടിങ് എന്തെങ്കിലും എടുത്തിട്ട് വേണം രക്ഷാപ്രവർത്തനത്തിൽ പോകാൻ എന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ എൻജോയ്മെന്റ് നമ്മളെ കളയുന്നില്ല, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നവര് അത് ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്യണമെന്നാണ് പറഞ്ഞത് കടലിൽ. പക്ഷെ അതേ സമയത്ത് നിങ്ങളുടെ സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും കൂടെ ഉറപ്പുവരുത്തണം. ഇത് സിവിൽ ഡിഫൻസിന്റെ പ്രത്യേക കാര്യം പറയേണ്ടത്, നിങ്ങൾക്കും ഈ സിവിൽ ഡിഫൻസിൽ ജോയിൻ ചെയ്യാം. ഇത് 18 വയസ്സാണ് ഇതിന്റെ 18 വയസ്സ് 4ാം ക്ലാസ് മാത്രമേ ഇതിന്റെ പരിജ്ഞാനമുള്ളൂ. അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഭാവിയിൽ നിങ്ങൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഇതിൽ ചേരാം. ഇതിൽ നിങ്ങളുടെ അറിവൊന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവർ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന നിങ്ങൾ അങ്ങനെ വരണം. കൂടുതൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് സർവീസിൽ വരുമ്പോഴാണ് നമ്മുടെ രാജ്യം നല്ല സിവിലൈസ്ഡ് ആവുക. ഈ ഒരു അപകടം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ കൂടിയിരിക്കുന്ന എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തവരെ അറിയിക്കുന്നു.